ഹലോ മക്കളെ, അപ്പൊ നമ്മുടെ ബയോളജി ഓണപരീക്ഷയ്ക്ക് ഷുവർ ആയിട്ട് ചോദിക്കാൻ പോകുന്ന ചോദ്യമാണ് നോൺ മെന്റേലിയൻ ഇൻഹെറിറ്റൻസ്. ഇതിന്റെ എക്സാമ്പിൾസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. നമുക്ക് മൊത്തം 4 നോൺ മെന്റേലിയൻ ഇൻഹെറിറ്റൻസ് ആണ് പഠിക്കാനുള്ളത്. അതിൽ ആദ്യത്തേതാണ് ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ്. എന്താ ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ് എന്ന് പറയുന്നത്? അതായത് ചുവന്ന പൂക്കളുള്ള 4 മണി ചെടിയും വൈറ്റ് പൂക്കളുള്ള 4 മണി ചെടിയും ക്രോസ് ചെയ്തപ്പോൾ പിങ്ക് പൂക്കളുള്ള 4 o'clock പ്ലാന്റ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അല്ലെ. ഇത് എന്തുകൊണ്ടാണ്? ഇതാണ് ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ് കാരണമാണ്. അതായത് ഡൊമിനന്റ് ആയിട്ടുള്ള അലീലിന് റെസസീവ് ആയിട്ടുള്ള അലീലിനെ കംപ്ലീറ്റ് ആയിട്ട് മാസ്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല അല്ലെ. എന്താണ്? പ്രകട ഗുണത്തിന്റെ അലീലിന് ഗുപ്ത ഗുണത്തിന്റെ അലീലിനെ പൂർണ്ണമായി മറയ്ക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് പിങ്ക് പൂക്കളുള്ള ചെടി ഉണ്ടായത്. ഇതാണ് ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ്. അപ്പൊ എന്താ മക്കളെ കോ ഡൊമിനൻസ് എന്ന് പറയുന്നത്? 2 അലീലുകളും ആ അലീലുകളുടെ ട്രേറ്റും ഒരുപോലെ എന്താവുന്നു? എക്സ്പ്രസ് ആവുന്നു അല്ലെ, ഒരുപോലെ പ്രകടമാകുന്നു. ഇതിന്റെ എക്സാമ്പിൾ ആണ് കന്നുകാലികളിലും കുതിരകളിലും കാണുന്ന റോൺ കോട്ട്. എന്താ റോൺ കോട്ട് എന്ന് പറഞ്ഞാൽ? ചില കന്നുകാലികളുടെ ഒക്കെ സ്കിന്ന് നോക്കുകയാണെങ്കിൽ 2 പാറ്റേൺസ് ഉണ്ടാവും, വൈറ്റും ഉണ്ടാകും റെഡും ഉണ്ടാവും അല്ലെ. കാരണം എന്താണ്? വൈറ്റിന്റെയും റെഡിന്റെയും അലീലുകൾ ഒരുപോലെ എക്സ്പ്രസ് ആയതുകൊണ്ടാണ് ഈ റോൺ കോട്ട് ഉണ്ടായിരിക്കുന്നത്. ഇത് കോ ഡൊമിനൻസിന് ഉദാഹരണമാണ്. മൂന്നാമത്തത് മൾട്ടിപ്പിൾ അലീലിസം ആണ് അല്ലെ. എന്താ മൾട്ടിപ്പിൾ അലീലിസം? ഒരു ജീനിന് തന്നെ 2ൽ കൂടുതൽ അലീലുകൾ ഉള്ളതിനെയാണ് നമ്മൾ മൾട്ടിപ്പിൾ അലീലിസം എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ABO ബ്ലഡ് ഗ്രൂപ്പിനെ കൺട്രോൾ ചെയ്യുന്ന ജീൻ ഏത് ജീനാടാ? I എന്ന് പറയുന്ന ജീനാണ് അല്ലെ. ഈ I എന്ന് പറയുന്ന ജീനിന് എന്താണ്? 3 അലീലുകൾ ഉണ്ടടാ. ഏതൊക്കെയാണ്? IA, IB ആൻഡ് സ്മോൾ I. ഇങ്ങനെ 3 അലീലുകൾ ഉണ്ട്. അപ്പൊ 2ൽ കൂടുതൽ അലീലുകൾ ഒരു ജീനിന് ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ മൾട്ടിപ്പിൾ അലീലിസം എന്ന് പറയുന്നത്. ഇതിന്റെ ഉദാഹരണമാണ് നമ്മുടെ മനുഷ്യരിലെ ABO ബ്ലഡ് ഗ്രൂപ്പ്. നാലാമത് നമുക്ക് പഠിക്കാനുള്ള നോൺ മെന്റേലിയൻ ഇൻഹെറിറ്റൻസ് ആണ് പോളിജീനിക് ഇൻഹെറിറ്റൻസ്. അതായത് ഒരൊറ്റ ക്യാരക്ടറിനെ 1ൽ കൂടുതൽ ജീനുകൾ കൺട്രോൾ ചെയ്യുന്നു. ഉദാഹരണം, നമ്മുടെ ത്വക്കിന്റെ നിറം അല്ലെ, സ്കിന്നിന്റെ കളർ. നമ്മുടെ സ്കിന്നിന്റെ കളറിനെ കൺട്രോൾ ചെയ്യുന്നത് 1ൽ കൂടുതൽ ജീനുകളാണ്. അതിനെയാണ് നമ്മൾ പോളിജീനിക് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത് കേട്ടോ. ഇതിന് കാരണമായിട്ടുള്ള ഒരു പിഗ്മെന്റ് ഉണ്ടല്ലോ. ഏത് വർണ്ണവസ്തുവാണ് നമ്മുടെ ത്വക്കിന്റെ നിറത്തിനെ നിയന്ത്രിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ മറക്കാതെ കമന്റ് ചെയ്യുക.